നിലവിൽ മലയാളത്തിലെ ഹിറ്റ് മേക്കർ സംവിധായകരിൽ ഒരാളാണ് വിനീത് ശ്രീനിവാസൻ. തട്ടത്തിൻ മറയത്ത്, ജേക്കബിന്റെ സ്വർഗരാജ്യം, ഹൃദയം തുടങ്ങി അവസാനമിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷവും തിയേറ്ററിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ധ്യാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലിനെ നായകന്മാരാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് ഈ വർഷം പുറത്തിറങ്ങിയ ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം. എന്നാൽ തിയേറ്ററിൽ വലിയ വിജയമായ ചിത്രം OTT റിലീസിന് ശേഷം വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു. സിനിമയിലെ പാട്ട് മോഹൻലാലിന് അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം നൽകിയ മറുപടിയെക്കുറിച്ച് പറയുകയാണ് വിനീത് ശ്രീനിവാസൻ. ക്യാൻ ചാനൽ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു വിനീത്. ഹൃദയം സിനിമയുടെ ഷൂട്ട് സമയത്ത് മോഹൻലാൽ ചെന്നൈയിൽ വന്നിരുന്നു. അന്ന് അദ്ദേഹം ചിത്രത്തിന്റെ ഫുട്ടേജ് കണ്ടതിനു ശേഷം പോയതെന്നും വിനീത് പറയുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഒരു ഫുട്ടേജും മോഹൻലാൽ കണ്ടിട്ടില്ലെന്നും വിനീത് ശ്രീനിവാസൻ കൂട്ടിച്ചേർത്തു. ഹൃദയം സിനിമയുടെ ഷൂട്ട് സമയത്ത് ലാലങ്കൽ കോളേജിൽ വന്നിരുന്നു. അന്ന് അദ്ദേഹം അതിന്റെ ഫുട്ടേജ് ഒക്കെ കണ്ടതിന് ശേഷമാണ് പോയത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഒരു ഫുട്ടേജും ലാലങ്കൽ കണ്ടിട്ടില്ല. പിന്നെ സിനിമയിലെ പാട്ട് ഞാൻ അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ മറുപടിയായി എനിക്ക് ലാലങ്കൽ മെസ്സേജ് അയച്ചു. ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ എന്നായിരുന്നു ആ മെസ്സേജ്. വിനീത് ശ്രീനിവാസൻ പറഞ്ഞു. പ്രണവിന്റെ കാര്യങ്ങൾ മോഹൻലാലിനെ പോലെ തന്നെയാണെന്നും വിനീത് അഭിമുഖത്തിൽ പറഞ്ഞു. ഹൃദയം സിനിമയുടെ പാട്ട് സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രണവിന്റെ ബിഹേവിയർ കണ്ട് അത് സിനിമയിൽ വന്നാൽ നന്നാകുമെന്ന് തോന്നിയെന്നും വിനീത് കൂട്ടിച്ചേർത്തു. ഞങ്ങൾ ഹൃദയത്തിൽ പുതിയൊരു ലോകം എന്ന ഒരു പാട്ട് ഷൂട്ട് ചെയ്യുകയായിരുന്നു. അന്ന് 10-15 ആളുകൾ പോയിട്ടാണ് ആ പാട്ട് ഷൂട്ട് ചെയ്തത്. അതിന്റെ ഷൂട്ട് തീരാറായ സമയത്ത് അപ്പുവിനെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടി. അവൻ നമ്മുടെ അടുത്ത് നിൽക്കുമ്പോഴുള്ള ബിഹേവിയർ കണ്ടപ്പോൾ അങ്ങനെ സിനിമയിൽ വന്നാൽ നന്നാകുമെന്ന് തോന്നി. അന്ന് അപ്പുവിന്റെ ലാലങ്കിളിന്റെ സിമിലാരിറ്റി തോന്നിയതാണ് വിനീത് ശ്രീനിവാസൻ പറഞ്ഞു. സത്യത്തിൽ അപ്പുവിന്റെ മറ്റൊരു സൈഡാണ് അത്. അവൻ കുറെ കാര്യങ്ങൾ ലാലങ്കിളിനെ പോലെ തന്നെയാണ്, വിനീത് ശ്രീനിവാസൻ പറഞ്ഞു.